മലബാർ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കേണ്ട വിധം: 100 ഗ്രാം ചെമ്മീൻ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് റൈസ്, 1 ടൊമാറ്റോ, ലെമൺ ജ്യൂസ്. ആദ്യം തന്നെ റേസിൻസും നട്ട്സും വറുത്ത് മാറ്റി വെക്കാം. അതിന് ഒരു ഫ്രൈയിങ് പാനിൽ ഒരു 1-1.5 സ്പൂണോ ഗീ ഒഴിക്കുക. ഇവിടെ ഞാൻ ഒഴിച്ചിരിക്കുന്ന 1 സ്പൂൺ ഗീ ആണ്. റേസിൻസും നട്ട്സും ഇട്ട് വറുത്ത് മാറ്റി വെക്കാം. ഇനി ടോപ്പിങ്ങിന് വേണ്ട ഉള്ളിയാണ്. ഒരു ഫ്രൈയിങ് പാനിൽ ഒരു സ്പൂൺ ഗീയോ അല്ലെങ്കിൽ 1 സ്പൂൺ ഓയിലോ നന്നായി ചൂടാക്കുക. സവാള അതിലേക്ക് ഇടുക. നന്നായി നേരിയതായിട്ട് അരിയണം. നേരിയതായിട്ട് ഒരു നല്ല നീളത്തിൽ ഇതുമാതിരി അരിഞ്ഞെടുക്കണം. ഇത് നന്നായി ഡീപ് ഫ്രൈ ആവേണ്ടതാണ്. ഉള്ളി ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നന്നായി ഡീപ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെമ്മീൻ നമ്മൾ വറുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഇതിന് ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഫ്രൈ ചെയ്യേണ്ടാത്തവർക്കാണെങ്കിൽ നേരിട്ട് ഇടാവുന്നതാണ്. സാധാരണ മലബാർ ഏരിയയിൽ സാധാരണയായി ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിയുടെ ചിക്കനായാലും ചെമ്മീനായാലും എന്തായാലും ഇടുന്നത്. അല്ലാത്തവർക്ക് നേരിട്ട് ഇടാവുന്നതാണ്. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് മസാലയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിയുടെ മസാലയാണ് ആദ്യം. ഇതിൽ ഒരു സ്പൂൺ ഗീ, മുറിച്ചു വെച്ച ഓനിയൻ, നന്നായി വഴറ്റുക. ഇതിലേക്ക് തന്നെ ഓൾ ഗരം മസാല, ഇതിലൊക്കെ ഉണ്ട് പട്ട, ബേ ലീഫ്, ഗ്രാമ്പൂ, ക്യൂമിൻ, ബോൾ ഗരം മസാലയാണിത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുക. വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് ഇടണം. ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന ഓനിയനിലേക്ക് ആഡ് ചെയ്യുക. ഒരു 5-6 വെളുത്തുള്ളിയും ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മതിയാവും. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 4 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ബിരിയാണിയാണ്. അതിന് ഒരു 5-6 വെളുത്തുള്ളി മതിയാവും. പിന്നെ ഒരു ചെറിയ പച്ചമുളക്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ 1-2 എക്സ്ട്രാ ഇടാവുന്നതാണ്. നന്നായി വഴറ്റുക. ഇതിലിനി മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു തക്കാളിയാണ്, തക്കാളി ഇടുക. ആവശ്യത്തിനുള്ള മുളക് പൊടി. നല്ലവണ്ണം എരിവ് വേണ്ടവരാണെങ്കിൽ ഒരു സ്പൂണോ 1.5 സ്പൂണോ ഇടാം. ഇവിടെ ഞാൻ 1/2 സ്പൂണാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി മതിയാവും. മല്ലിപ്പൊടി
1 ടീസ്പൂൺ. ഇതിലേക്ക് 1 സ്പൂൺ കേർഡ് ഇടുക. കേർഡ് ഇടുന്നത് അവസാനമാണ്. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള റൈസ് ആണ്. അത് ഫ്രൈ ചെയ്തെടുക്കണം. 1 സ്പൂണോ 1/2 സ്പൂണോ നെയ്യ് എടുക്കുക. ഇതിലേക്ക് റൈസ് ഇടേണ്ടതാണ്. ചൂട് അധികം വേണ്ട. ഒരു ഹാഫ് ഫ്ലെയിമിൽ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. റൈസ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് ബോയിൽഡ് വാട്ടർ നന്നായി തിളക്കണം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് തിളച്ചു വരുമ്പോ മൂടി വെക്കേണ്ടതാണ്. ഹാഫ് ഫ്ലെയിമിൽ നമ്മൾ ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇത് ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. നന്നായി ഇളക്കി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടതാണ്. റൈസ് ഇപ്പോ ശരിക്കും കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീന്, മസാല, നന്നായി ഇളക്കുക. കുഴഞ്ഞു പോകാതെ, റൈസ് കുഴഞ്ഞു പോകാതെ ഇളക്കണം. ഇതിന്റെ മുകളിലായി നട്ട്സും റേസിൻസും ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഡീപ് ഫ്രൈ ചെയ്ത ഓണിയൻ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ആവണം. ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.